സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള തട്ടിപ്പ് സംഘം സംസ്ഥാനത്ത് വർദ്ധിക്കുന്നു. ജോലി വാഗ്ദാനം ഉൾപ്പെടെ വിവിധ രീതികളിലുള്ള തട്ടിപ്പുകളാണ് വനിതകൾ നടത്തിവരുന്നത്. കേരളത്തിലെ ആദ്യ വനിതാ ഗുണ്ട എന്ന കുപ്രസിദ്ധി നേടിയ ശോഭാ ജോണിന് പിന്നാലെ സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള തട്ടിപ്പുകൾ സംസ്ഥാനത്ത് പെരുകുകയാണ്. സരിത എസ് നായർ നടത്തിയ കോലാഹലമാകട്ടെ ഇപ്പോഴും ആളിക്കത്തുന്നു. ഇതിനിടയിലാണ് ദിനംപ്രതി സ്ത്രീകൾ നടത്തിവരുന്ന ഓരോരോ തട്ടിപ്പ് സംഭവങ്ങൾ മറനീങ്ങി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒടുവിലത്തേതാണ് ISROയിൽ ജോലി വാഗ്ദാനം ചെയ്ത് മെഡിക്കൽ കോളേജിലെ താൽക്കാലിക ജീവനക്കാരിയായ അനിത നടത്തിയ തട്ടിപ്പ്. ISRO, VSSC, ശ്രീചിത്ര എന്നിവിടങ്ങളിൽ ജോലി വാഗ്ദാനം ചെയ്ത് അനിത പലരിൽ നിന്നായി തട്ടിയെടുത്തത് ലക്ഷക്കണക്കിന് രൂപയാണ്. 15 വർഷമായി തുടരുന്ന തട്ടിപ്പിന് തിരശ്ശീല വീണത് കഴിഞ്ഞ ദിവസം നടന്ന അനിതയുടെ അറസ്റ്റോടെയാണ്. തട്ടിപ്പിനിരയായ ഒരാൾക്ക് പറയാനുള്ളത് കേൾക്കുക. എനിക്ക് ഈ അനിത എന്ന് പറഞ്ഞ കക്ഷി ഒരു 5-6 കൊല്ലം മുമ്പ് എനിക്കറിയാം, പരിചയമുണ്ടെന്ന് പറഞ്ഞാൽ ഒരു കണ്ണമൂലയിൽ ചെറിയൊരു പണിയുള്ളതുകൊണ്ട് നിരന്തരം ഞാൻ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോഴും കാണാറുണ്ട്. എൻ്റെ മക്കളുടെ പ്രസവങ്ങൾക്കൊക്കെ വളരെ സഹായമൊക്കെ ആയിരുന്നു. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഒരു 5 കൊല്ലം കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വന്ന് പറയുകയാണ്, നിങ്ങളുടെ മക്കളൊന്നും പഠിച്ചിട്ട് നിൽക്കുന്നതല്ലേ, ഇങ്ങനെ ചിത്രയിലും ISROയിലും ജോലിക്ക് ആളെടുക്കുന്നുണ്ട്, ഒരാളിന് 6 ലക്ഷം രൂപ വെച്ച് കൊടുത്താൽ കയറാം എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ചേട്ടൻ്റെ മകൾ പഠിച്ചിരിക്കുന്നു, എൻ്റെ മക്കൾ പഠിച്ചു, മരുമോന് ജോലിയൊന്നുമില്ല, പുള്ളിക്കും എന്നാൽ ഞാൻ പറഞ്ഞു ഞാൻ പൈസ കൊടുക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ മോക്ക് ഞാൻ 4 ലക്ഷം, എൻ്റെ ചേട്ടൻ്റെ മോക്ക് 4 ലക്ഷം രൂപ മേടിച്ച് കൊടുക്കുകയും എൻ്റെ മരുമോന് 6 ലക്ഷം രൂപ കൊടുക്കുകയും ISROയിൽ നിന്ന് പറഞ്ഞുകൊണ്ട് 5,55,000 രൂപ എനിക്ക് തരണം. ഞാൻ ബഹളം വെച്ച് 45,000 രൂപ തിരിച്ചു തന്നു. ബാക്കി തുക എനിക്ക് കിട്ടാനുണ്ട്. അത് വീടുകൾ പണയപ്പെടുത്തിയും മാലകളുണ്ട് ബാങ്കിൽ കൊണ്ടുവച്ചും വസ്തു ഈടുപെടുത്തിയാണ് ഈ പൈസ കൊടുത്തത്. നിരവധി പരാതികൾ അനിതയ്ക്കെതിരെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ഉണ്ടായിരുന്നിട്ടും ഉന്നത സ്വാധീനം ഉപയോഗിച്ച് ഒരു നടപടിയും ഇതുവരെ കൈക്കൊണ്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ തട്ടിപ്പ് തുടരുകയായിരുന്നു. ISRO വിജിലൻസ് വിഭാഗം ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് അനിതയെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ മുതിർന്നത്. സമാനമായ തട്ടിപ്പ് തന്നെയാണ് അടുത്തിടെ ആറ്റിങ്ങൽ ആലങ്കോട് സ്വദേശിനി ബീനാകുമാരി നടത്തിയതും. നൂറുകണക്കിന് പേരെയാണ് ബീനാകുമാരി തട്ടിച്ചത്. ബീനാകുമാരിയെ പോലീസ് പിടികൂടിയില്ലെന്ന് മാത്രമല്ല സംരക്ഷിക്കുന്നതായും ആരോപണമുയരുന്നു. ഞങ്ങൾ ADGP കാണുകയുണ്ടായി. ADGP കൊല്ലം SP സാമ്പത്തിക കുറ്റങ്ങൾ അന്വേഷിക്കുന്ന SP ചുമതലപ്പെടുത്തുകയുണ്ടായി. ഞങ്ങൾ ഈ ADGP 6-ാം തീയതി ഉച്ചയ്ക്ക് കാണുകയുണ്ടായി. അന്ന് വൈകുന്നേരം തന്നെ കൊല്ലത്തു നിന്നും ക്രൈംബ്രാഞ്ചിൻ്റെ പ്രത്യേക വിഭാഗം ആറ്റിങ്ങലിലെത്തി ഒരാളിൽ നിന്ന് മൊഴിയെടുക്കുകയുണ്ടായി. തുടർന്ന് 4 പേർ കൊല്ലത്ത് ചെന്ന് മൊഴി നൽകി ഒരു കേസിന്റെ അന്തരീക്ഷം ഉണ്ടാക്കിയിട്ടുണ്ടായി. ആൾക്കാരെ വലയിൽ വീഴ്ത്തുന്നതിനുള്ള സാമർഥ്യമാണ് വനിതാ തട്ടിപ്പുകാരുടെ വലയിൽ സാധാരണക്കാരെ വീഴ്ത്തുന്നത്. പോലീസിന്റെ ഒത്താശ കൂടിയാകുന്നതോടെ നമ്മുടെ നാട്ടിൽ വനിതാ തട്ടിപ്പ് സംഘങ്ങൾ പൊട്ടിമുളയ്ക്കുകയാണ്.